ബീഫ് എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ, പ്രത്യേകിച്ച് കേരളത്തിൽ ബീഫ് നിരോധനം ഉണ്ടെന്നറിഞ്ഞ് ബീഫ് കഴിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലായി ഇവിടെ ഉള്ളത്. അതായത് ബീഫ് നിരോധനത്തിന് മുമ്പ് കേരളത്തിൽ മലയാളി കഴിക്കാത്തതിനേക്കാൾ കൂടുതൽ ബീഫ് ഈ ബീഫ് നിരോധനം ഉണ്ട് എന്നറിഞ്ഞ് ഈ ബീഫിൻ്റെ പേരിലുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ ഉയർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് ഏതൊരു നിയമമുണ്ടെങ്കിലും അതിനെ ലംഘിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രൈം ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മലയാളികളുടെ. ഇനിയിപ്പോൾ അങ്ങനെ ബീഫ് കഴിക്കേണ്ട എന്ന് ഇപ്പോൾ വിചാരിക്കുകയാണ് പല ആൾക്കാരും. അതായത് വേറൊന്നുമല്ല, ഇനി അങ്ങോട്ട് പോത്തിറച്ചികൾ കിട്ടാത്ത ഞായറാഴ്ചയായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ ബീഫ് ക്ഷാമം രൂക്ഷമായി വരികയാണ്. സംസ്ഥാനത്ത് ബീഫ് വിപണി വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നിന്ന് പോത്തുകൾ എത്താത്തതാണ് ബീഫ് ക്ഷാമത്തിന് കാരണം. പല പ്രദേശങ്ങളിലും ബീഫ് തീരെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. തമിഴ്നാട്ടിൽ നിന്നും കന്നുകാലികൾ കേരളത്തിലെത്താത്തതും ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ഗോ സംരക്ഷണത്തിൻ്റെ പേരിൽ കന്നുകാലികളെ തടയുന്നതുമാണ് സംസ്ഥാനത്തെ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ലോക മാർക്കറ്റിൽ ഇന്ത്യൻ പോത്തിറച്ചിക്ക് വലിയ ഡിമാൻഡുമാണ്. അതിനാൽ കയറ്റുമതി സ്ഥാനങ്ങളിൽ ഗ്രാമീണ മേഖലകളിൽ വരെ എത്തി പോത്തുകളെ വാങ്ങിക്കൊണ്ടുപോകുന്നു. ഇതും ക്ഷാമത്തിന് കാരണമായിട്ടുണ്ട്. ദിവസവും 1.5 ലക്ഷത്തോളം കന്നുകൾ എത്തിയിരുന്ന കേരളത്തിൽ ഇപ്പോൾ 6000-ൽ താഴെ മാത്രമാണ് എത്തുന്നത്. ഇറച്ചി ക്ഷാമത്തെ തുടർന്ന് ഇടുക്കിയിലെ വ്യാപാരികൾ ഇറച്ചിക്കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ പോലും തീരുമാനിച്ചൊരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനത്തുടനീളം അനിശ്ചിതകാലത്തേക്ക് കടകൾ അടയ്ക്കാനുള്ള നീക്കത്തിൽ വ്യാപാരികൾ ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.